മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവ്. അവനൊരിക്കലും ജയിച്ചില്ല. അവൻ തോറ്റത് ശത്രുക്കളോടല്ല, വിധിയോട്. ഇത്ര ശക്തനായ ഒരാൾ എന്തുകൊണ്ട് തോറ്റു? അവന്റെ കഥയിൽ ലോകം മറച്ചുവെച്ച സത്യമെന്താണ്? ഈ കഥ തുടങ്ങുന്നത് ഒരു രഹസ്യത്തിൽ നിന്നാണ്. കുന്തി ഒരു മന്ത്രമുപയോഗിച്ചു സൂര്യദേവനെ വിളിച്ചു. അവൻ ജനിച്ചു, കവചവും കുണ്ടലവുമായി, ദൈവത്തിന്റെ അനുഗ്രഹമായി. പക്ഷേ ഭയം ഒരമ്മയെ ക്രൂരമാക്കി. അവൾ തന്റെ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിവിട്ടു. ആ നിമിഷം ഒരു രാജകുമാരൻ അനാഥനായി. പക്ഷേ വിധി അവനെ ഉപേക്ഷിച്ചില്ല. ഒരു സാധാരണ സാരഥി ആ കുഞ്ഞിനെ കണ്ടെത്തി. അവനെ വളർത്തി സ്വന്തം മകനായി. അവൻ വളർന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു: ഞാൻ ആരാണ്? അവന്റെ ഹൃദയം പറഞ്ഞു, നീയൊരു യോദ്ധാവാണ്. അവൻ സ്വപ്നം കണ്ടത് രാജാക്കന്മാരെപ്പോലെ ജീവിക്കാൻ. അവൻ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ ലോകം അവനെ നിർത്തി. നീയൊരു സാരഥിയുടെ മകനാണ്, നിനക്കവകാശമില്ല. ആ നിമിഷം കർണനൊരു കാര്യം മനസ്സിലാക്കി. ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ കഴിവ് നോക്കിയല്ല, നിങ്ങളുടെ ജനനം നോക്കിയാണ്. അതുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു. ഒരു കള്ളം അവന്റെ ജീവിതം മാറ്റാൻ പോകുന്നു. കർണൻ തീരുമാനിച്ചു, ലോകമെന്നെ സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ലോകത്തെ ചതിക്കും. അവൻ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാണ്. അവനെത്തിയത് ലോകത്തിലെ ഏറ്റവും ഭീകരനായ ഗുരുവിന്റെ മുന്നിൽ, പരശുരാമൻ. പരശുരാമൻ അവനെ നോക്കി. അവന്റെ ഉള്ളിലെ തീ കണ്ടു. അവനെ സ്വീകരിച്ചു. അവിടെ നിന്നാണ് ഒരു സാധാരണ ബാലൻ ഒരു മഹായോദ്ധാവായി മാറിയത്. പക്ഷേ ഒരു ദിവസം വിധി അവനെ കണ്ടെത്തി. ഒരു കീടം അവന്റെ കാലിൽ കുത്തി. രക്തമൊഴുകി. പക്ഷേ അവൻ ചലിച്ചില്ല. അപ്പോൾ പരശുരാമൻ മനസ്സിലാക്കി, ഇവൻ ബ്രാഹ്മണനല്ല. പരശുരാമൻ അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു സത്യം കണ്ടു. ഒരു ബ്രാഹ്മണൻ ഇത്ര വേദന സഹിക്കില്ല. അവൻ ചോദിച്ചു, നീ ആരാണ്? കർണൻ നിശബ്ദമായി നിന്നു. അതുതന്നെ ഉത്തരമായിരുന്നു. പരശുരാമൻ കോപത്തോടെ പറഞ്ഞു, നീ എന്നെ ചതിച്ചു. അതുകൊണ്ട് നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്റെ വിദ്യ നിനക്കോർമ്മയില്ല. ആ നിമിഷം കർണനൊന്നും പറഞ്ഞില്ല. അവനറിയാമായിരുന്നു, ഈ ശാപം അവന്റെ ജീവിതം മാറ്റും. അവനൊരു മഹായോദ്ധാവായി. പക്ഷേ വിധി അവന്റെ ശത്രുവായി മാറി. ഇതുവരെ അവന്റെ ജീവിതം മാത്രമാണ് തകർന്നത്. ഇനി ചരിത്രം തന്നെ മാറും. ഇതാണ് കർണന്റെ യഥാർത്ഥ ദുരന്തത്തിന്റെ തുടക്കം. ഹസ്തിനാപുരം ഒരു മഹാമത്സരത്തിന് സാക്ഷിയായി. രാജകുമാരന്മാർ തങ്ങളുടെ കഴിവ് തെളിയിക്കാനെത്തിയിരുന്നു. അവിടെ അർജുനൻ തിളങ്ങി. അപ്പോൾ ഒരു ശബ്ദം, ഇതു ഞാൻ ചെയ്യാം. എല്ലാവരും തിരിഞ്ഞുനോക്കി. അത് കർണനായിരുന്നു. കർണൻ അർജുനൻ ചെയ്തതെല്ലാം അവൻ ആവർത്തിച്ചു, അതിലും മികച്ച രീതിയിൽ. പക്ഷേ അവൻ ചോദിച്ചു, നീ ആരാണ്? അവൻ മറുപടി പറഞ്ഞില്ല. അവന്റെ ജനനം വീണ്ടും അവനെ തടഞ്ഞു. നീയൊരു സാരഥിയുടെ മകനാണ്. നിനക്ക് രാജകുമാരന്മാരോട് പോരാടാൻ അവകാശമില്ല. അപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, ദുര്യോധനൻ. അവൻ പറഞ്ഞു, അവനൊരു രാജാവിന്റെ പദവി കൊടുക്കൂ. ആ നിമിഷം ഒരു അപമാനം ഒരു സൗഹൃദമായി മാറി. ദുര്യോധനൻ അവനെ ഒരു രാജാവാക്കി. അംഗദേശത്തിന്റെ രാജാവ്. കർണനിനി ഒരു സാരഥിയുടെ മകനല്ല. ആ ദിവസം കർണനൊരു വാഗ്ദാനം നൽകി.
എന്നെ വിശ്വസിച്ചവനെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല. അതൊരു വാക്കല്ലായിരുന്നു, ഒരു വിധിയായിരുന്നു. പക്ഷേ ഈ സൗഹൃദം അവനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചു. അവൻ അറിയാമായിരുന്നു ഇത് ശരിയല്ലെന്ന്. പക്ഷേ അവൻ തിരിഞ്ഞില്ല. യുദ്ധം വന്നു. അവന്റെ ശാപം അവനെ കണ്ടെത്തി. അവൻ തന്റെ ഏറ്റവും വലിയ നിമിഷത്തിൽ എല്ലാം മറന്നു. അവന്റെ വിധി അവനെ വഞ്ചിച്ചു. കർണൻ ഒരു ദുഷ്ടനല്ലായിരുന്നു, ഒരു നായകനുമല്ല. അവൻ ഒരു മനുഷ്യനായിരുന്നു. തെറ്റായ സമയത്ത് ശരിയായ ഹൃദയമുള്ള ഒരാൾ. ചിലപ്പോൾ ജീവിതത്തിൽ തോൽക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല, വിധിയുടെ കളിയാണ്.